أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم യഫ്അലു യഫ്ഉലു വസനുകളിൽ നിന്നുള്ള വാവിയായ മിസാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ വാവിനെ കളയൂല, കാരണം യഫ്അലു വസനിൽ വരുമ്പോഴാണ് വാവിനെ കളയുക. യഫ്അലു വസനിലും യഫ്ഉലു വസനിലും വരുന്ന സമയത്ത് വാവിനെ നിലനിർത്തും എന്ന് നമ്മൾ പറഞ്ഞു. കമാ വസബത്തൽ വാവു ഫീ വസ്നി യഫ്ഉലു, യഫ്ഉലു വസ്നിൽ വാവ് കമാ വതസ്ബുത്തുൽ വാവു ഫീ വസ്നി യഫ്ഉലു, യഫ്ഉലു വസ്നിൽ വാവ് നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് യഫ്ഉലു വസ്നിലും നിലനിൽക്കുന്നത്. നഹ്വു വജുഹ യൗജുഹു എന്ന് പറഞ്ഞതുപോലെ ഇതിന് അംറു ഊജുഹ് എന്നാണ് ഉണ്ടാവുക, ലാ തൗജുഹ് ഇങ്ങനെ വരും. വതുഹ്ദഫുൽ വാവു മിൻ വസ്നി യഫ്ഉലു, യഫ്ഉലു വസലിൽ നിന്ന് വാവിനെ കളയപ്പെടും. ഇദാ കാന ഐനു ഫിഅലിഹി, അതിന്റെ ഐൻ ഫിഅൽ ആയ സന്ദർഭത്തിൽ, ഔ ലാമുഹു അല്ലെങ്കിൽ അതിന്റെ ലാം ഫിഅൽ ആയ സന്ദർഭത്തിൽ, അഹദ ഹുറൂഫിൽ ഹൽഖ്, ഹൽഖിന്റെ അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നായ സന്ദർഭത്തിൽ യഫ്ഉലു വസലിൽ നിന്ന് വാവിനെ കളയപ്പെടുകയും ചെയ്യും. സാധാരണ യഫ്ഉലു കളയപ്പെടൂല, പക്ഷേ അതിന്റെ ഐൻ ഫിഅലോ ലാം ഫിഅലോ ഹൽഖിന്റെ ഹർഫുകളിൽപ്പെട്ട ഹർഫാണെങ്കിൽ യഫ്ഉലുവിൽ നിന്ന് വാവിനെ കളയപ്പെടുകയും ചെയ്യും. യഫ്ഉലു യതഉ യദഉ യസഉ യഖഉ യദഉ യസഉ യഹബു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ യഫ്ഉലു വസനിൽ നിന്ന് കളയപ്പെടും എന്നാണ്. യഫ്ഉലു വസനിലല്ല ഉള്ളത്. വസിഅ യൗസഉ എന്നാണല്ലോ ഉള്ളത്. അപ്പൊ യഫ്അലു വസനിൽ നിന്ന് കളയപ്പെടും എന്ന് വേണം പറയാൻ. യഫ്ഉലു വസനിൽ നിന്ന് കളയപ്പെടും എന്ന് പറഞ്ഞ തെറ്റാണ് അല്ലേ. വദഅ യദഉ വതഅ വതിഅ യൗതഉ വദഅ യൗദഉ വദഅ യദഉ യഫ്അലു വസന. وحذف فاء الفعل وحذف فاء الفعل وحذف فاء الفعل دليل على أن المحذوف من الفعل هو الواو. وحذف فاء الفعل, ഫാഇലിനെ കളയപ്പെടൽ ദലീലുൻ, അത് ഒരു തെളിവാണ്, അല അന്നൽ മഹ്ദൂഫ മിനൽ ഫിഅലി, ഫിഅലിൽ നിന്ന് കളയപ്പെട്ട അക്ഷരം ഹുവൽ വാവു, അത് വാവാണ് എന്നതിൻ്റെ മേലുള്ള തെളിവാണ്. ഫാഇലിനെ കളയപ്പെടൽ, ഒരു ഫിഅലിൽ നിന്ന് ഫാഇൽ പോയി കാണുന്ന നമുക്ക് ഉറപ്പിക്കുക അത് പോയത് വാവാണ്, കാരണം വാവിനെ കളയലുള്ളൂ. ഫഅല യഫ്അലു വസ്നിൽ ലാം ഫിഅൽ അല്ലെങ്കിൽ ഐൻ ഫിഅലോ ഒക്കെ ഹൽഖിന്റെ അക്ഷരങ്ങളായി വന്നാൽ ഫഅല യഫ്അലുലും വാവിനെ കളയപ്പെടും. പിന്നെ ഫഅല യഫ്ഇലു വസ്നിലും വാവിനെ കളയപ്പെടും. യഫ്ഉലു വസ്നിൽ വാവിനെ കളയൂല, വാവാടെ സ്ഥിരമായിട്ട് നിൽക്കും. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അലാ കുല്ലി ഹാലിൻ, അത് എല്ലാ അവസ്ഥയിലും ഫതസ്ബുതു ഫീഹി അലാ കുല്ലി ഹാലിൻ, അത് എല്ലാ അവസ്ഥയിലും അവിടെ തുടരും, നിലനിൽക്കും. ഏതുപോലെ യമുന യയ്മുനു, യസറ യയ്സിറു, യഇസ യയ്അസു, അത് ഏത് വസനായാലും ശരി യാ പോവില്ല, യാ അവിടെ ഉണ്ടാവും. വതഖൂലു ഫീ വസ്നി അഫ്അല മിനൽ യാഇ, യാഇയിൽ നിന്നുള്ള അഫ്അല വസ്നിൽ നീ പറയും ഐസറ യൂസിറു, മൂസിറുൻ എന്ന് നീ പറയും. മുയ്സിറുൻ എന്നാണ് ഉണ്ടാവുക. യാ മുതഹരി സാക്കിനായ യാഇന്റെ മുമ്പ് ദമ്മത്ത് വന്നപ്പോ ആ യാഇനെ മറിച്ച് വാവാക്കി മൂസിറുൻ. തുഖ്ലബുൽ യാഉ ഫീഹിമാ വാവൻ, ഇവകളിലെല്ലാം വാവിനെ യാഇനെ വാവായിട്ട് മറിക്കപ്പെടും. ബി സുകൂനിഹ, ആ യാഇന് സുക്കൂനുള്ള കാരണത്താൽ, വദ്ദിമാ മിമാ ഖബ്ലഹ,
അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ദമ്മുള്ള കാരണത്താലും മാഖബില് സുക്കൂനുള്ള യാഇന് മുമ്പ് ദമ്മ് വന്നാൽ ആ യാഇനെ മറിച്ച് വാവാക്കും എന്ന്. വൽ വാവു വൽ യാഉ ഫീ വസ്നി ഇഫ്തഅല. ഈ ഇഫ്തഅല വസ്നിൽ ഉള്ളതായ വാവും യാഉം തുഖലബാനി വൽ വാവു വൽ യാഉ ഫീ വസ്നി ഇഫ്തഅല. ഇഫ്തഅല വസ്നിൽ ഉള്ളതായ വാവും യാഉം തുഖലബാനി ആ വാവിനെയും യാഇനെയും മറിക്കപ്പെടും, ആയിട്ട് മറിക്കപ്പെടും. തുദ്ഗമാനി അത് രണ്ടിനെയും ഇദ്ഗാം ചെയ്യപ്പെടും, താഇൽ ഇദ്ഗാം ചെയ്യപ്പെടുകയും ചെയ്യും. ഉദാഹരണം ഇത്തസല പോലെ. ഇത്തസലന്റെ അടിസ്ഥാന രൂപം ഈ ഉത്തസല എന്നാണ് ഉണ്ടാവുക. വസലനെയാണ് ഇഫ്തഅലയാക്കുന്നത്, ഈ ഉത്തസല എന്നാണല്ലോ ഉണ്ടാവുക. അതുപോലെ ഇത്തസറ ഈ ഇത്തസറ, യസറനെ ഇഫ്തഅലാക്കുമ്പോൾ ഈ ഇത്തസറ എന്നാണല്ലോ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആ വാവിനെയും യാഇനെയും മറിച്ച് കണ്ടിട്ട് ത ആക്കും, എന്നിട്ട് താഇനെ താഇൽ ഇദ്ഗാം ചെയ്യും. അവ ഇത്തസറ പോലെ ഇത്തസല എന്നാകും. താഇനെ ഇദ്ഗാം ചെയ്താണ്ട് ഇത്തസല ഇത്തസറ ഇങ്ങനെ പറയും. തഖൂലു ഇത്തസല യത്തസിലു ഇത്തിസാലൻ ഫഹുവ മുത്തസിലുൻ, ഇത്തസറ യത്തസിലു ഇത്തിസാലൻ ഫഹുവ മുത്തസിലുൻ, ഇങ്ങനെ നീ പറയും എന്ന്. അതിന്റെ അസ്ല് ഈ ഇത്തസല എന്നാണ് ഉണ്ടാവുക ഇഫ്തഅല വസ്നില്. ഇഫ്തഅല വസ്നില് വാവിയോ യാഇയോ ആയ ഒരു ഫിഅൽ വന്നാൽ അതിനെ താ ആക്കി മറിച്ച് കണ്ടിട്ട് താഇനെ താഇൽ ഇദ്ഗാം ചെയ്ത് പറയും എന്ന് മൊത്തത്തിൽ ഒരു പൊതു നിയമം. വഹുക്മു വദ്ദ യവദ്ദു, വദ്ദ യവദ്ദുവിന്റെ ഹുക്മ് المثال المضاعف في الإدغام والتفكيك وحركات الآخر كحكم عض يعض. മുദാഅഫായ വദ്ദ യവദ്ദുവിന്റെ ഹുക്മ് അതിന്റെ ഇദ്ഗാം അഴിക്കുന്ന നിയമത്തിലും ഇദ്ഗാം ചെയ്യുന്ന വിഷയത്തിലും, അതുപോലെ അതിന്റെ അവസാനത്തെ അക്ഷരം അത് ആ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ഏതാവണം എന്ന നിയമവും ഒക്കെ ഏതുപോലെയാണ്, അദ്ദയ അദ്ദു എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് എന്ന്. അദ്ദയ അദ്ദുവിന്റെ അവിടുത്തെ നിയമം തന്നെയാണ് വദ്ദയ വദ്ദു എന്നുള്ളത്. അപ്പൊ അൽ വസ്നുള്ള മുദാഅഫിനെ നമ്മൾ എന്താണ് ചെയ്യല്, അത് തന്നെയാണ് ഇവിടെയും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫാഫിഅല് വാവല്ലേ, അപ്പൊ അതേ സമയം മുദാഅഫും ആണ്, അതേസമയം മുഅ്തല്ലും ആണ്, തളർവാദുമാണ്, പിന്നെ പോരാത്തതിന് മന്ദബുദ്ധിയാണ് എന്ന് പറഞ്ഞ മാതിരി രണ്ട് പ്രശ്നമാണ്. മുഅ്തല്ലും ആണ്, പിന്നെ പോരാത്തതിന് മുദാഅഫും ആണ്. രണ്ടെണ്ണം ഒപ്പരം വന്നിക്കാണ്. സാരമില്ല, അത് എന്താക്കിയാൽ മതി, സാധാരണ മന്ദബുദ്ധികളോട് നമ്മൾ അങ്ങനെ പെരുമാറണം, അതേമാതിരി പെരുമാറിയാൽ മതി, തളർവാദുള്ളത് പരിഗണിക്കണ്ട എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വദ്ദയവദ്ദുവിനെ അദ്ദയൊക്കെ എന്താ കാട്ടുന്നത് അതേമാതിരി ചെയ്താൽ മതി. അപ്പൊ നീ പറയും ഈ ഇദദ് എന്ന് നീ പറയും, ഈ ഉദ്ദദ് എന്ന് നീ പറയുന്നത് പോലെ ഇവ്ദദ്, അങ്ങനെ അതാണ് അതിന്റെ അസ്ല്. അതെന്താണ്, സാക്കിനായ വാവ് കസ്റിന് ശേഷം വന്നപ്പോ ആ വാവിനെ മറിച്ച് നമ്മൾ യാ ആക്കി, അപ്പൊ ഈ ഇദദ് എന്നായി, ഇവ്ദദ് എന്നതിനുണ്ടായിരുന്നത്. വദ്ദ കഅദ്ദ ബിൽ ഇദ്ഗാമി, ഇദ്ഗാം കൊണ്ട് അദ്ദ പോലെയാണ് വദ്ദ. വദ്ദ വദ്ദ വദ്ദു, വദ്ദത്ത് വദ്ദത്ത വദദ്ന, വദത്ത വദത്തുമാ വദത്തും, വദത്തി വദത്തുമാ വദത്തുന്ന, വദത്തു വദദ്ന, യവദ്ദു യവദ്ദാനി യവദ്ദൂന, തവദ്ദു തവദ്ദാനി യൗദദ്ന, തവദ്ദു തവദ്ദാനി തവദ്ദൂന, തവദ്ദീന തവദ്ദാനി തൗദദ്ന, അവദ്ദു നവദ്ദു. അങ്ങനെ അതുപോലെ ഇവ്ദദ് എന്നാണ് ഉണ്ടാവുക. ഇഫ്അൽ വദ്ദ യവദ്ദു ഈദദ് എന്ന് നീ പറയും, നമ്മളെ ഇദ്ഗാം അയച്ചാണ്ടിട്ട്. ഉംദുദ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ എന്നതുപോലെ. അതുപോലെ ഇഅ്ദദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ. പിന്നെ ഇദ്ഗാം ചെയ്താണ്ടും പറയും, വദ്ദ യവദ്ദു വദ്ദ
പിന്നെ വജ്ജി, ഇങ്ങനെ രണ്ടു കാലത്ത് പറയാമല്ലോ. അദ്ദ, അദ്ദി, ഇതിന്റെ അമ്ര ഇങ്ങനെ പറഞ്ഞൂടെ? രണ്ടു കാലത്ത് പറഞ്ഞൂടെ? ഓർമ്മ ഉണ്ടായി? മുലാഅഫ് മറന്നു. മുലാഅഫിന്റെ അമ്ര വജ്ജ, യവദ്ദുവിന്റെ വജ്ജി എന്നും പറയാം, വജ്ജ എന്ന് പറയാം. എന്നതുപോലെ അദ്ദ, അദ്ദി എന്ന് പറഞ്ഞതുപോലെ ആ മുലാഅഫിന്റെ ബാബ് മറന്നാണ്. ഒന്ന് മുറാജ ചെയ്തേക്കേണ്ടി. ഫായിദത്താൻ, ഇനി രണ്ട് ഫായിദകളാണ്. അൽ ഇഅ്ലാലു ഹുവ ഹദ്ഫു ഹർഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ ഹർഫിനെ കളയുന്നതിനാണ് ഇഅ്ലാൽ എന്ന് പറയാം. ഔ ഖൽബുഹു ഔ തസ്കീനുഹു, അല്ലെങ്കിൽ ആ ഇല്ലത്തിന്റെ ഹർഫിനെ മറച്ചാടുക, അല്ലെങ്കിൽ ആ ഇല്ലത്തിന്റെ ഹർഫിന്റെ ഹറക്കത്ത് കളഞ്ഞാൽ അതിന് സുക്കൂൻ കൊടുത്താടുക. അപ്പൊ ഒരു ഇല്ലത്തിന്റെ ഹർഫിന്റെ ഹറക്കത്ത് കളഞ്ഞാണ്ട് അതിന് സുക്കൂന കൊടുത്താടുക. അതുപോലെ ഇല്ലത്തിന്റെ ഹർഫിനെ വാവിനെ മറിച്ച് യാ ആക്കി കളയുക, അല്ലെങ്കിൽ അതിനെ രണ്ടിനെയും മറിച്ചാണ്ട് അലിഫാക്കി കളയുക. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുക. അല്ലെങ്കിൽ ആ ഇല്ലത്തിന്റെ ഹർഫിനെ കളയുക. ഇതിനൊക്കെയാണ് എന്തെന്ന് പറയാ? ഈ ഇഅ്ലാൽ എന്ന് പറയാം. ഈ വരിസ, യരിസു, യൗരിസു എന്നാണല്ലോ ഉണ്ടാവുക. അതുപോലെ ഖാല, അതിന്റെ അസ്ൽ എന്താണ്? ഖവല. യംഷി, അതിന്റെ അസ്ൽ എന്താണ്? യംഷിയു എന്നാണ് ഉണ്ടാവുക. അതിന്റെ ഹറക്കത്തിനെ കളഞ്ഞ, സുക്കൂനാക്കി കഴിഞ്ഞ അവിടെ യംഷി എന്നാക്കി തിരിഞ്ഞ, അത് വരാൻ പാടുള്ളൂ. അതെന്താ അതിനെ കുറിച്ചുള്ള സംസാരം വരാൻ പാടുള്ളൂ. യംഷിയു എന്തുകൊണ്ടാണ് യംഷി എന്നാക്കുന്നതെന്ന് വരാൻ പോണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ഈ ഇഅ്ലാലാണ്. എന്താണ്? ഹറക്കത്തിനെ കളഞ്ഞു, വേറൊന്നില് വാവനെ മറിച്ചാണ്ട് വേറൊരു അക്ഷരാക്കി മാറ്റി, അലിഫാക്കി മാറ്റി. വേറുള്ളടത്ത് യരിസൂന്റെ വാവനാട് കളഞ്ഞു. അപ്പൊ ഇല്ലത്തിന്റെ ഹർഫിനെ കളയുന്നതിനും ഇഅ്ലാൽ എന്ന് പറയും. അതിനെ മറിച്ചാണ്ട് മറ്റൊരു അക്ഷരമാക്കി മാറ്റുന്നതിനും ഇഅ്ലാൽ എന്ന് പറയും. അതിന്റെ ഹറക്കത്തിനെ കളയുന്നതിനും ഇഅ്ലാൽ എന്ന് പറയും. ഇബ്ദാൽ എന്ന് പറഞ്ഞാലോ ഇസ്തിബ്ദാലു ഹർഫിൻ ബി ഹർഫി, ഇസ്തിബ്ദാലു ഹർഫി ബി ഹർഫി മകാനഹു, അതിന്റെ സ്ഥാനത്ത് ഒരു ഹർഫിന് പകരം മറ്റൊരു ഹർഫിനെ വെക്കുക, പകരം വെക്കുക. അതിനാണ് ഇബ്ദാൽ എന്ന് പറയുക. ഏതുപോലെ അംലൈതു, അതിന്റെ അസ്ൽ എന്താണ്? അംലൽതു എന്നാണുള്ളത്. അംലല, അമല്ല, ഇതിനെയാണ് നമ്മളെന്ത് അംല യുംലി എന്നാക്കി. അംലല യുംലിലു, അംല യുംലി എന്നാക്കി. അതിന്റെ ലാമിനെ മറിച്ച് ഒഴിവാക്കിയാണ്ടിട്ട് അവിടെ പകരം യാ വെച്ചു വരും. അതിനാണ് അതിനെ കുറിച്ച് സംസാരം വരും. ഇബ്ദാലിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതിനാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇബ്ദാൽ വേറെ, ഇഅ്ലാൽ വേറെ. തിരിഞ്ഞില്ലേ? മാ മഅനൽ മിസാലുൽ വാവിയ്യു വൽ യാഇ, എന്താ വാവിയായ മിസാല്, യാഇയായ മിസാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൽ തസ്ബുത്തുൽ വാവു ഫീ മുദാരിഇ യഫ്അലു മിനൽ മിസാലിൽ വാവി, വാവിയായ മിസാലിൽ നിന്ന് മുദാരിഇൽ വാവ് അവിടെ സ്ഥിരപ്പെട്ട് നിൽക്കുമോ എന്നൊരു ചോദ്യം. മാ ഹുവ ഹുക്മുൽ വാവി വൽ യാഇ ഫിൽ മിസാലിൽ വാവി, വാവിയായ മിസാലിൽ നിന്ന് വാവിന്റെയും യാഇന്റെയും ഹുക്ം എന്താണ്? ഫീ ബാബിൽ ഇഫ്തിആൽ, ഇഫ്തിആൽ ബാബിൽ. ഹൽ ഇഫ്തിആൽ ബാബിൽ ഈ വാവിനെയും യാഇനെയും എന്താ കാട്ടുക എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ കാട്ടുക എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഹൽ യുസ്തഅമലു ലിഫിഇലി യദഉ വയദറു ഫിഅലുൻ മാദി, യദഉ യദറു എന്നീ രണ്ട് ഫിഅലുകൾക്ക് മാദിയായ ഫിഅൽ ഉപയോഗിക്കപ്പെടുമോ എന്നാണ് ചോദിച്ചത്. ഉപയോഗിക്കപ്പെടൂല. വഹുദിഫത് മിൻ യദറു ശുദൂദൻ, ഷാദ് ആയ കാരണത്താൽ യദറുവിൽ നിന്ന് വാവിനെ കളയപ്പെടും. ആ കളയൽ തന്നെ ശുദൂദൻ, ഷാദായ നിലയിൽ. വലം യസ്തഅ്മിലു മാദിയ യദഉ വയദറു, യദഉ യദറു എന്നീ രണ്ട് ഫിഅലുകളുടെ മാദിനെ അവർ ഉപയോഗിച്ചിട്ടില്ല. വദഅ യദഉ എന്നാണ് ഉണ്ടാവുക. അതുപോലെ വദറ യദറു, യൗദറു, അതിനെ വദഅ ഉപയോഗിക്കലില്ല. അതുപോലെ വദറിനി ഉപയോഗിക്കലില്ല. ആ മാദിയോല് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് മുദാരി മാത്രമേ ഉപയോഗിക്കുള്ളൂ. തിരിഞ്ഞില്ലേ? അപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിലോ ഈ ഇല്ലത്തിന്റെ ഹർഫിനെ അവർ കളഞ്ഞിട്ടുണ്ട്. കളയേണ്ട ആവശ്യമില്ല അവിടെ. വദഅ
യദഉ അവിടെ കളയാം, യദഉന്റെ അവിടെ കളയാം. എന്താണ്? ഇല്ലത്തിന്റെ ഹർഫാണ് ലാം ഫിഅലു. ലാം ഫിഅലു ഇല്ലത്തിന്റെ ഹർഫായിട്ട് അല്ലെങ്കിൽ ഐൻ ഫിഅലു ഇല്ലത്തിന്റെ ഹർഫായിട്ടൊക്കെ വരുന്ന സമയത്ത് ഫാ ഫിഅലായി വാവ് വന്നാൽ ആ വാവിനെ കളയാം. യഫ്അലു വസ്നിൽ വാവിനെ കളയാം എന്ന് നമ്മൾ ഖാഇദയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ യദഉ ഒക്കെയാണ്. യദറൂലോ അതിലവിടെ ആ വാവിനെ കളയാൻ യാതൊരു ഓപ്ഷനും ഇല്ലല്ലോ. എന്താണ്? ഹൽക്കന്റെ യഫ്അലു വസ്നിൽ ഒരു ഫിഅൽ വരികയും അതിൽ ഐൻ ഫിഅലോ ലാം ഫിഅലോ ഹൽക്കന്റെ അക്ഷരം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് എന്തിനെ കളയാ? വാവിനെ കളയാ. യദറൂൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ വെറുതെ പാവം വാവിനെ വെറുതെ കളഞ്ഞാണ്. അപ്പൊ നമ്മുടെ ശുദൂദൻ അത് നിയമപ്രകാരമല്ല ആ കളച്ചില്. അത് ഓരോ അറബികൾ അതങ്ങനെ കളഞ്ഞാണ് ഉപയോഗിച്ചു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുകയാണ്. അല്ലാതെ പൊതുനിയമത്തിന് വിരുദ്ധമാണ് ആ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് താഴെ വരുന്ന ഫിഅലുകളിൽ നിന്ന് മുദാരി ആയ ഫിഅലിനെ ക്രിയേറ്റ് ചെയ്യാന്. വഅദന്റെ മുദാരി, വഅദ, വജില, യസറ, യഇസ, യമുന, യഖിന, ഇതിനൊക്കെ മുദാരി എങ്ങനെ വരിക? صرف هذه الأفعال إلى الماضي من باب الإفعال والافتعال. ഇഫ്ആൽ ഇഫ്തിആൽ ബാബുകളിൽ നിന്ന് ബാബുകളാക്കിയാണ്ടിട്ട് താഴെ വരുന്ന ഫിഅലുകളെ സർഫാക്കണം. വഅദ, ഇഫ്തഅദ, ഇത്തഅദ, അല്ലേ? അങ്ങനെ ആക്കണം. യഖിന, വസല, ഇതിൻ്റെ ഒക്കെ ഇഫ്തഅല വസ്ന് പിടിക്കണം. എന്നിട്ട് ഇഫ്തഅല വസ്നിലെത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ സർഫാക്കല് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി